ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജുള. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ SCERT ചാപ്റ്റർ ലിസ്റ്റ്. അതായത് നമുക്കറിയാം 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ചാപ്റ്ററുകൾ, ഏതൊക്കെ ടോപ്പിക്സ് നോക്കുമ്പോൾ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം, എഴുതി വെക്കാം. നമ്മൾ ഓരോ ടോപ്പിക്, ഇപ്പോൾ കേരള ഹിസ്റ്ററി ആണെങ്കിൽ അത് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റേഴ്സും നോക്കണം, എന്നിട്ട് ടിക്കറ്റ് വെക്കുക. അപ്പോൾ പഴയ SCERT ചാപ്റ്ററുകളുടെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, കേരള ഹിസ്റ്ററി. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കും. ഇവിടെ ക്ലാസ് ഏത് പാർട്ട്, ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അങ്ങനെ 2 ടെക്സ്റ്റുകളുണ്ടല്ലോ. പിന്നെ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നു, ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ പാർട്ട് 1ലെ 4ാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പഠിക്കണം. അതുപോലെ തന്നെ പാർട്ട് 2 ടെക്സ്റ്റിലെ 12ാമത്തെ ചാപ്റ്ററായ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നുള്ളതും നോക്കണം. വേൾഡ് ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാർട്ട് 2ലെ ചാപ്റ്ററായ 11th, അതായത് വിവേചനത്തിനെതിരെ എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ലോകത്തിൻ്റെ നെറുകയിൽ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ, 3ാമത്തെ ചാപ്റ്റർ ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി പഠിക്കണം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 7ഉം 8ഉം ചാപ്റ്റർ നോക്കണം. 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യങ്ങളിലൂടെ, 8 തീരങ്ങളിലൂടെ. കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം പഠിക്കണം. വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ വരയ്ക്കാം വായിക്കാം. 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്നുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇനി എക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ തൊഴിൽ വൈവിധ്യങ്ങൾ. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ നോക്കണം. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി പഠിക്കണം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണതകൾ പഠിക്കണം. 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ തുല്യതയിലേക്ക്. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ബഡ്ജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വിലയും വിപണിയും പഠിക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ നിയമവും സമൂഹവും. 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് പഠിക്കണം. ഇനി ബയോളജി പഠിക്കുന്ന സമയത്ത് ഇത് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. ഇനി നമ്മൾ ബയോളജിയിലേക്ക് പോകണം. അപ്പോൾ ബയോളജി പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ, ഇവിടെ ഞാൻ പാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ല ഒരു ജീവിയും. 2ാമത്തെ ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ. 5ാം ക്ലാസ്സിൽ തന്നെ 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ പഠിക്കണം. 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി. 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും നോക്കണം. അതുപോലെ 9ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയകളിലേക്ക്. 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ നോക്കണം. ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഇന്ദ്രിയാജാലം. 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ജന്തുജാലങ്ങൾ. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സുരക്ഷിത ഭക്ഷണം.
7ാം ക്ലാസ്സിലെ 7ാമത്തെ തന്നെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രത്യുൽപാദന ആരോഗ്യം. 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വർഗീകരണം. ഇത്രയും നമ്മൾ പഠിച്ചിരിക്കണം. ഇനി എൻവയോൺമെൻറ്റൽ ബയോളജി പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്നുള്ളത് പഠിക്കണം. ഇനി കെമിസ്ട്രി പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ജലം നിത്യജീവിതത്തിൽ. 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളും. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ആറ്റത്തിൻ്റെ ഘടന. 2ാമത്തെ 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും 5, 6 ചാപ്റ്ററുകൾ നോക്കണം. അപ്പോൾ 2 പീരിയോഡിക് ടേബിൾ, 3 രാസബന്ധനം, 4 റെഡോക്സ് പ്രവർത്തനങ്ങൾ, 5 രാസഗതികം, 6 ലായനികൾ, 7 പിന്നെ നമ്മുടെ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററുകളും നോക്കണം. 9ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്ററും നോക്കണം. ശരിക്കും തെളിഞ്ഞിട്ടില്ല അല്ലേ? 7ആണ്. ഇനി ഫിസിക്സ് പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ വൈദ്യുതിയുടെ ലോകം, 4ാമത്തെ ചാപ്റ്ററായ പ്രകാശം പതിക്കുമ്പോൾ. 9ാം ക്ലാസ്സിലെ 1, 2, 3, 4 ചാപ്റ്ററുകൾ പഠിക്കണം. പ്രകാശത്തിൻ്റെ അപവർത്തനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം ഒക്കെ പഠിച്ചിരിക്കണം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം എന്നുള്ളതും. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകൾ. 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ താപം നിത്യജീവിതത്തിൽ. 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആകാശവിസ്മയങ്ങൾ. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്ലവക്ഷമബലം. 9ാം ക്ലാസ്സിലെ 6ഉം 8ഉം ചാപ്റ്ററുകൾ പ്രവൃത്തിയും ഊർജ്ജവും. 8ാമത്തെ ചാപ്റ്റർ ശബ്ദം. ഇത്രയും നോക്കണം. ഇത്രയും ചാപ്റ്റേഴ്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.